ടെലിവിഷൻ രംഗത്തും ബിഗ് ബോസ് സ്ക്രീനിലും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ നടനാണ് സാജു നവോദയ. രശ്മി എന്നാണ് സാജു നവോദയയുടെ ഭാര്യയുടെ പേര്. ഇരുവർക്കും മക്കളില്ല. പരസ്പരം തുണയായി സന്തോഷമായ ജീവിതം നയിക്കുന്നവരാണ് ഇരുവരും. മക്കളില്ലാത്തതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സാജുവും നവോദയും ലക്ഷ്മിയും. 1-2 ടോക്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. എല്ലാ കുട്ടികൾക്കും എല്ലാവരും ഞങ്ങളുടെ കുട്ടികളുമാണ്. ആഗ്രഹമില്ലാതല്ല, പക്ഷേ ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോയിട്ട് കുട്ടികളില്ലല്ലോ എന്ന ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നോ ഇയാളുടെ വീട്ടിൽ നിന്നോ അങ്ങനെയൊരു പ്രശ്നവുമില്ല. ഇത്രയും വയസ്സായപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയുണ്ടായാൽ വളർത്തേണ്ടേ? ഇനിയൊരു കുഞ്ഞിനായി അതിന് നല്ല പ്രായമെത്തുമ്പോൾ ഞങ്ങൾ എന്ത് പ്രായത്തിലായിരിക്കും? അവർക്ക് 10-12 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ കയറേണ്ടി വരും. എന്നാലേ അവർക്ക് സുഖമായി ജീവിക്കാനും പറ്റൂ. സാജു നവോദയ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോസിറ്റീവ് ആയതൊക്കെ ചെയ്തത് തന്നെയാണ്. പോസിറ്റീവായതൊക്കെ മാറ്റിയതും അതുകൊണ്ട് തന്നെയായിരുന്നു. ഇവരൊക്കെ ഒഴിവാക്കിയാൽ നല്ലതാകുമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അലർജി പ്രോബ്ലം ഉണ്ടായതിനാൽ ഭാര്യ രശ്മിയും പറഞ്ഞു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ഒന്നുമില്ല ചെയ്യുന്നില്ല എന്നും ഇരുവരും വ്യക്തമാക്കി. ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നതും. നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി പോലെ ആയിരിക്കും സന്തോഷം. വിശേഷം എന്ന സിനിമ കണ്ടപ്പോൾ അതിലെ പല സീനുകളും പലർക്കും തമാശയായിരുന്നു. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചങ്കിൽ കൊള്ളുന്ന സീനുകളാണ് അതെല്ലാം. സിനിമയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങളും. ചമ്മിയാൽ അങ്ങോട്ട് പോകുന്നത്, അതിലും ചമ്മിയാണ് തിരിച്ചു വരുന്നത്. ആ സീനുകൾ കാണുമ്പോൾ പിടച്ചിലാണ്. കുറേ നാളുകൾ അനുഭവിച്ചതാണ് അതെല്ലാം. ഒരിക്കൽ ഞങ്ങൾ 2 പേരും ഉരുളി കമഴ്ത്താൻ മണ്ണാകശാലയിലെ ക്ഷേത്രത്തിൽ പോയി. അന്ന് ഉരുളി മേടിക്കാനും പൈസയില്ല. ഞങ്ങൾ ഒപ്പിച്ചതൊക്കെ തന്നെയാണ് പോയതും. അവിടെ ചെന്നപ്പോൾ മറ്റൊരു ചേച്ചിയും ചേട്ടനും ഉരുളി കമഴ്ത്തുന്നു. 55 വയസ്സുള്ള ചേച്ചിയും ചേട്ടനും. എൻ്റെ ഭഗവാനെ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. അവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വരുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്. ഞാൻ ആ ചേച്ചിയും ചേട്ടനും വേണ്ടിയാണെന്നാണ് അവളും പറഞ്ഞത്. ആശുപത്രിയിൽ പറമ്പ് വിട്ടിട്ട് പൈസയും കൊണ്ട് വന്നിരിക്കുകയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ ഏരിയയിലും ഓരോ കഥാപാത്രങ്ങളെ കാണാൻ കഴിയുമെന്നും സാജു നവോദയ പറഞ്ഞു. 2024 റിലീസ് ചെയ്ത സിനിമയാണ് വിശേഷം. മക്കളില്ലാതെ ദമ്പതികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സ്ഥിരീകരിച്ചായിരുന്നു രസകരമായ ചിത്രത്തിൽ കാണിച്ചത്. ആനന്ദ മധുസൂദനൻ്റെയാണ് ചിത്രം. സാജുവിനും ഭാര്യനെയും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിരവധി ആരാധകരാണ് അതിനുശേഷം രംഗത്ത് വന്നത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സ്.